ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കറി ടോൺ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായിട്ട് നുറുക്കിയത് ഒരു മിക്സിയുടെ ജാറിനകത്തോട്ട് ആഡ് ചെയ്തു. അതിനകത്തോട്ട് 1 ഗ്ലാസ് പാലും കൂടെ ആഡ് ചെയ്തു. എന്നിട്ട് അത് നല്ലതുപോലെ അരച്ചെടുത്തു. അപ്പോൾ നല്ല കട്ടയൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അത് അരച്ചെടുത്ത മിക്സ് ഞാൻ ഒരു ബൗളിനകത്തോട്ട് ഇവിടെ മാറ്റി. ഇനി ഇതിനകത്തോട്ട് 2 സ്പൂൺ കോൺഫ്ലോറാണ് ആഡ് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ കോൺഫ്ലോർ 2 സ്പൂൺ ആഡ് ചെയ്തു. എന്നിട്ട് അതും കട്ടയൊന്നും ഇല്ലാതെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. അതിനകത്തോട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തു. അപ്പോൾ പഞ്ചസാര പാനി ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ അത് ഒന്ന് തിളച്ച് വന്നപ്പം അതിനകത്തോട്ട് കുറച്ച് ഏലക്കായും പട്ടയും കൂടി ചേർത്തു. പിന്നെ അതിനകത്തോട്ട് 1 കട്ട ബട്ടറാണ് ഞാൻ ചേർത്തത്. നെയ്യുണ്ടെങ്കിൽ നെയ്യ് ചേർക്കാം കേട്ടോ. അപ്പോൾ നെയ്യോ ബട്ടറോ അതൊന്ന് ഉരുകി വന്നു കഴിയുമ്പം അതിനകത്തോട്ട് നമ്മൾ എടുത്തു വെച്ച ക്യാരറ്റിൻ്റെയും കോൺഫ്ലോറിൻ്റെയും കൂടി മിക്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം അടുപ്പത്ത് വെച്ച് തിളച്ച് നല്ലതുപോലെ ഇളക്കി അതിങ്ങനെ നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടു പോരുന്നിടം വരെ ഇളക്കിയെടുക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ പിന്നെ 1 സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്തത്. അത് ചേർക്കണം എന്നൊന്നുമില്ല, വേണേൽ ചേർത്താൽ മതി. അപ്പോൾ ഞാൻ മധുരം നോക്കിയപ്പോൾ കുറച്ച് കുറവാന്ന് തോന്നിയതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. അപ്പോൾ ക്യാരറ്റിൻ്റെ മിക്സ് ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ഒരു കട്ട ബട്ടർ കൂടെ ചേർത്തിട്ട് അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. കണ്ടോ? അപ്പോൾ അതായത് നമ്മുടെ പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ടിട്ട് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കേട്ടോ. അപ്പോൾ അത് പാത്രത്തിൻ്റെ സൈഡിൽ നിന്നൊക്കെ വിട്ട് നല്ലപോലെ കുറുകി വരിക. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അതിന് ശേഷം അതൊരു സെറ്റിംഗ് ട്രേക്കകത്തോട്ട് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്ലേറ്റാണ് എടുത്തത്. എന്നിട്ട് അത് സെറ്റ് ചെയ്യാനായിട്ട് വെച്ചു. അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ റെഡി ആവും കേട്ടോ. അപ്പം ഞാനത് ആ പാത്രത്തിന് ആ പ്ലേറ്റിനകത്ത് നമ്മുടെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അപ്പം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് കറുത്ത എള്ളാണ് കേട്ടോ എടുത്തത്. നട്ട്സോ റൈസിൻസോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഹൽവ ഇവിടെ സെറ്റായോ എന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൽവ ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. അപ്പോൾ നല്ല ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ വീട്ടിൽ നല്ല ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പതിവ് പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം കറി ടോൺ.